അവധി ദിവസങ്ങൾ നല്ല രീതിയിൽ ആഘോഷിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. കൂടുതൽ റെസ്റ്റ് എടുക്കുന്നതിനേക്കാളും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക, ക്ലീൻ ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ എന്തായാലും വെള്ളിയാഴ്ച ആകുമ്പോൾ നമ്മൾ മാർക്കറ്റൊക്കെ പോകാറുണ്ട്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ മീൻ ഇതുപോലെ ഓഫറിൽ കണ്ടപ്പോൾ ഒരു സഞ്ചി നിറയെ ഞണ്ടുണ്ടായിരുന്നു. ഞണ്ട് എൻ്റെ ഫേവറേറ്റ് മീനാണ്. അപ്പോൾ ഒരുപാട് കണ്ടു. നമുക്ക് നല്ല വിലക്കുറവായിരുന്നു കേട്ടോ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് കണ്ടപ്പോൾ പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല, അതങ്ങ് എടുത്തു. ഇത് തുറന്നു നോക്കാനുള്ള സമയമോ സാവകാശമോ ഒന്നും കിട്ടിയിരുന്നില്ല കേട്ടോ. അതിന് മാത്രം ഇപ്പം ദുഃഖിക്കുന്നുണ്ട്. കാരണം ഞാനിത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. റെസിപ്പീനെ പറ്റിയിട്ടും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതുപോലെ ഏട്ടൻ്റെ ഫ്രണ്ട്സിനും ഇവിടെ കുറച്ച് ഫ്ലാറ്റിലൊക്കെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒത്തിരി ഉണ്ടല്ലോ, നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. എല്ലാവർക്കും ഒരു പാത്രത്തിൽ കൊടുക്കാൻ മാത്രം എന്തായാലും ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു കേട്ടോ അന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതാ ഇവിടെ കൊണ്ടുവന്ന് ചെരിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി, വല്ലാത്തൊരു സങ്കടമായിരുന്നു കേട്ടോ. ഒത്തിരി ഞണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 10ന് മുകളിൽ ഞണ്ട് ചീഞ്ഞതായിരുന്നു കേട്ടോ. ഇനി ഈ ഞണ്ടിൽ നമ്മൾ കറി വെക്കുമ്പോൾ ഇത്തിരി തൊണ്ടയ്ക്ക് ഇച്ചിരി കിച്ചിക്കിച്ചുണ്ട് കേട്ടോ. ഇവിടെ നല്ല മഴയാണ് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ, അതാണ്. ഈ ഞണ്ട് കറി വെക്കുമ്പോൾ അതിലേതെങ്കിലും ഒരു ചീഞ്ഞ ഞണ്ട് അതിൽ പെട്ടുപോയാൽ പിന്നെ കറി മുഴുവൻ നാശാക്കി കളയും. അതുകൊണ്ട് ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മണപ്പിച്ച് നോക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. സാധാരണയായിട്ട് ഏട്ടന് ഈ ഞണ്ട് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ഏട്ടൻ്റെ വീട്ടിൽ ഞണ്ട് എങ്ങനെയാണ് വെക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ മാംസം മാത്രം എടുത്ത് വെക്കുകയായിരുന്നു മുൻപൊക്കെ കേട്ടോ. അപ്പോൾ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെയായി വെക്കൽ. ഞാനും ഏട്ടൻ്റെ പെങ്ങളും ഇതൊക്കെ കടിച്ച് പറിച്ച് തിന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇതൊന്നും വിഷയമല്ല. പക്ഷേ ഏട്ടന് ഇപ്പോൾ ഇത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് ചെറിയ കുട്ടിയൊക്കെ എടുത്ത് കൊടുക്കുന്ന പോലെ ഞാൻ ഇതിൻ്റെ അകത്ത് മാംസം മാത്രം എടുത്ത് കൊടുക്കും കേട്ടോ. കറി വെച്ചതിൻ്റെ അകത്തുനിന്ന് ഞണ്ടൊക്കെ കഴിക്കുമ്പോൾ ഈ കടിച്ച് പറിച്ച് തിന്നിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ എന്ത് ടേസ്റ്റാണ്, അത് എന്തിനു കൊള്ളാമല്ലേ. അങ്ങനെ കഴിക്കുന്നവർക്കേ ആ ഒരു സുഖം അറിയുള്ളൂ. അപ്പോൾ ഇതാ ഞണ്ട് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലെ മാംസം മാത്രം എടുക്കുക എന്നുള്ളത് ചില്ലറ പണിയൊന്നുമല്ല കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതിൻ്റെ അകത്ത് മാംസം മാത്രം എടുക്കുന്നുണ്ടാവാം. പക്ഷേ എനിക്കിഷ്ടം, അല്ലെങ്കിൽ ഞണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടം ഇങ്ങനെയായിരിക്കും. ഈ കടിച്ച് പറിച്ച് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അല്ലാതെ ആ വെക്കുന്ന രീതി ഇങ്ങനെ വെക്കുന്നതിനേക്കാളും ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞണ്ട് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ അതിൻ്റെ ഉൾഭാഗവും കൂടെ ക്ലീൻ ചെയ്യാൻ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ മോന് വേണ്ടിയിട്ട്, മോന് ഞണ്ടും ചെമ്മീനൊന്നും കൊടുക്കാറില്ല. അപ്പോൾ അവന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയ മീനുകൾ വാങ്ങും കേട്ടോ. മെർക്കുറി കണ്ടൻറ്റ് കുറഞ്ഞിട്ടുള്ള മീനുകൾ വാങ്ങും. അപ്പോൾ അതവിടെ വാങ്ങിയിട്ടുണ്ട്. അതിൽ അവന് വേണ്ടുന്ന ഫ്രൈ ചെയ്യാൻ വേണ്ടുന്ന ഒരു 3 എണ്ണം എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഞാൻ കഴുകിയിട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റുകയാണ് കേട്ടോ ചെയ്തത്. ഇപ്പോൾ ഇതാ ഞണ്ടിൻ്റെ കൈയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ചെറുതായതുകൊണ്ട് വേറെ വലിയ രീതിയിൽ തച്ചുടക്കുന്നൊന്നുമില്ല. കാരണം ചെറുതായതുകൊണ്ട് ഉള്ളിൽ നല്ലോണം മസാലയൊക്കെ കയറിക്കോളും. ഞണ്ട് ഞാൻ വൃത്തിയാക്കുന്ന ഒരു രീതിയാണ് ഇങ്ങനെ. ഇനി ഇതിൻ്റെ ഉൾഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ വെള്ളത്തിൽ കാട്ടിയിട്ട് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കുക. ഒരു 2-3 വെള്ളത്തിൽ കഴുകുമ്പം തന്നെ നന്നായിട്ട് വെള്ളം തെളിഞ്ഞ് വരും. അതുവരെയൊക്കെ ഞാൻ കഴുകും കേട്ടോ. എനിക്ക് കുറച്ച് തൃപ്തിയാവണം, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് അടുത്ത വെള്ളത്തിലും കൂടെ കഴുകിയെടുക്കുന്നുണ്ട്. കൈ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ എന്തായാലും ഞണ്ടിൻ്റെ കൈയും കാലിൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ട് മുറിയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇവിടെയൊക്കെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഉണങ്ങാനും പാടാണ്. വെള്ളത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ ഞാൻ ഈ പാത്രം ഒന്ന് കഴുകുന്നുണ്ട്. കാരണം എനിക്ക് അടുത്ത ഫിഷ് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഞണ്ടിൽ എന്തെങ്കിലും മോന് കൊടുക്കുന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ഡബിൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ കൊടുക്കുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ ഒരു സുഖമില്ലാത്ത പോലെ ഉണ്ട്. സൗണ്ട് ഒരു വല്ലാതെ കരകരയാവുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. അപ്പോൾ ഇത് കുറച്ച് ചെറിയ കറ്റ്ല നോക്കിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനെ പുയ്യാപ്ല കറ്റ്ല എന്നാണ് ഞങ്ങൾ കണ്ണൂരുകാർ പറയുന്നത്. ഓരോ സ്ഥലത്തും ഓരോ പേരാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബിയ ഫിഷും വാങ്ങിച്ചിട്ടുണ്ട്. ബിയ ഫിഷിൻ്റെ ചെറുത് കേട്ടോ. നാട്ടിൽ തിരുതി ഉണ്ടല്ലോ, അതാണ് ഈ സംഭവം. അതിൻ്റെ കുട്ടിത്തിരുത, അതിന് കുട്ടിത്തിരുതൊക്കെ എന്തോ പേര് പറയും കേട്ടോ. അറിയുന്നവരൊന്ന് കമൻ്റായിട്ട് അറിയിക്കാം. അപ്പോൾ ഇത് ഞാൻ ഒരു 1-2 വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. കാരണം ഈ ഞണ്ട് വെച്ച് കഴിഞ്ഞ് മോന് വേണ്ടുന്ന ഒരു 2-3 മീനും കൂടെ ഒന്ന് വെച്ച് കഴിയുമ്പോഴേക്കും ഏകദേശം സമയമാവും. ഒത്തിരി എന്നോട് പറഞ്ഞു ഇന്നങ്ങ് ഫ്രീ ആയിട്ട് ഇരുന്നോളണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓൾറെഡി ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തമാശ പറഞ്ഞതാണ്. എന്നോട് ഇങ്ങനത്തെ ഫ്രീ ആയിട്ടുള്ള ടൈമിൽ അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറയാറുണ്ട്. കാരണം അത് അത്യാവശ്യമാണ് കേട്ടോ. കുഞ്ഞിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും ഓടി നടക്കുകയാണല്ലോ. അപ്പോൾ ഒരു ദിവസം റെസ്റ്റ് എടുക്കുമെന്ന് പറയും. പക്ഷേ എനിക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സമയം ഇതാണല്ലോ. അപ്പോൾ ഞാൻ മാക്സിമം എൻജോയ് ചെയ്ത് ചെയ്യാനാണ് എനിക്കിഷ്ടം. എനിക്ക് കുക്ക് ചെയ്യുമ്പോഴൊക്കെ മനസ്സിന് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. നമുക്കെല്ലാം മറന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ടൈം ഇതാണ് കേട്ടോ, കുക്ക് ചെയ്യുന്ന ടൈമാണ്. അതിൽ തന്നെ ആരും ഇടപെടുകയോ എന്നെ ഉപദേശിക്കുകയോ ഒന്നും ചെയ്യരുത്. അത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്.
ഞാൻ കുക്ക് ചെയ്യുമ്പോൾ കണ്ടോ, നിങ്ങൾ കണ്ടോ, കിച്ചണിൽ ഞാൻ മാത്രമായിരിക്കും ഉണ്ടാവുക. എനിക്കതാണ് ഇഷ്ടം. പിന്നെ ഇതാ മോൻ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ എൻ്റെ കൂടെ. അത് പിന്നെ കുഴപ്പമില്ല, അവൻ എൻ്റെ കൂടെ ഇങ്ങനെ നടന്നോളും, പാത്രങ്ങളെടുത്തോളും, അങ്ങനെ കുറച്ച് നേരം ഉണ്ടാവും. ഇപ്പോൾ ഏട്ടൻ്റെ കൂടെ കളിക്കുകയാണ് അവൻ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കുകയാണ്, കാരണം ഒരു വെപ്രാളാണ് കേട്ടോ, പണി പകുതിക്ക് സ്റ്റോപ്പ് ആക്കേണ്ടി വരും. പിന്നെ വേറൊരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചൊരു ഫുഡാണല്ലോ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്തെങ്കിലും ടേസ്റ്റ് പോവോ എന്നൊക്കെയുള്ളൊരു ടെൻഷനും ഉണ്ടാകും കേട്ടോ ചെയ്യുമ്പോൾ. എത്ര നമ്മൾ കുക്ക് ചെയ്താലും എത്ര തവണ ചെയ്താലും നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ അല്ലേ. പക്ഷേ എനിക്ക് ആ ടെൻഷൻ ഇഷ്ടമാണ് കേട്ടോ, കുക്ക് ചെയ്താൽ ടേസ്റ്റ് ആവില്ലേ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് നമുക്ക് വേറെ നഷ്ടങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇതാ ഞാൻ ഇഞ്ചിയുടെയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ്, വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ വേണ്ട ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി പരീക്ഷിച്ച് എടുത്തൊരു റെസിപ്പിയാണ്, ഞാൻ എവിടെയും കണ്ടിട്ട് ചെയ്തതല്ല. ചിലപ്പോൾ ഇത് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു റെസിപ്പി ആയിരിക്കും, എനിക്ക് തോന്നിയിട്ട് ഞാൻ ചെയ്ത ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ ഇഞ്ചി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിതൊന്ന് കുനുകുന അരിഞ്ഞെടുക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇത് വഴണ്ടതിന് ശേഷം നമ്മളുടെ എന്താ പറയുക, ബട്ടർ പനീറൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു റെസിപ്പി പോലെ വരും കേട്ടോ. പക്ഷേ ഞണ്ടായതുകൊണ്ട് ടേസ്റ്റ് വേറെ തന്നെയായിരിക്കും. അപ്പോൾ ഇത് ഞാൻ 2 ബോക്സിലാക്കിയിട്ട് ഇതാ മീൻ മാറ്റി വയ്ക്കുന്നുണ്ട്. വെപ്രാളത്തിൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ രണ്ടിൻ്റെയും അടപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ച് വെച്ച് നോക്കി, അടക്കുമ്പോൾ ശരിയായിട്ട് അടിയാതിരുന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അല്ലെങ്കിൽ ഈ ഫ്രിഡ്ജിൽ കിടക്കുന്ന എല്ലാ സാധനത്തിനും ഈ മീനിൻ്റെ മണം വരും, അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ കിടക്കണം. ഇതൊക്കെ ഇവിടെ തേങ്ങ വാങ്ങുമ്പോൾ കിട്ടുന്ന പാത്രമാണ് കേട്ടോ, അതുകൊണ്ട് വളരെ ഉപകാരമാണ്. നമുക്ക് 1-2 യൂസ് കഴിഞ്ഞത് പൊട്ടിപ്പോകും കേട്ടോ. പിന്നെ നമുക്ക് റെസിപ്പി ഒന്ന് നോക്കാം അല്ലേ. കൊക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്, കൊക്കനട്ട് ഓയിലാണ് എന്തിനും ടേസ്റ്റ്. ഇനി അതിലേക്ക് കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതൊന്ന് പൊട്ടി വരട്ടെ. എന്നിട്ടാകുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇടുന്നുണ്ട്. ഈ പച്ചമുളക് ഇങ്ങനെ എണ്ണയിലിടാൻ കാരണം ഈ പച്ചമുളകിൻ്റെ ഒരു കളർ മാറി കിട്ടുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് വരും കേട്ടോ. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇതാ ഞാനിങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും. ആ ചോപ്പിംഗ് ബോർഡിലുള്ളത് ഇങ്ങോട്ട് തട്ടിയാൽ മതി. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ഇങ്ങനെ ഇരട്ടിപ്പണിയാക്കി ചെയ്യാനൊരു പ്രത്യേക ഇഷ്ടമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചില സമയം ഞാനൊരു സൈക്കോവാണെന്ന് എനിക്കെന്നെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി അതൊന്ന് നന്നായിട്ട് വേവണം. ഉള്ളിയുടെ പച്ച ആ ഒരു ചൊവയുണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് പോകണം, അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് വരിക. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ക്ഷമ അത് വളരെ അത്യാവശ്യമാണ്, എനിക്കത് വളരെ കുറവാണ്. അപ്പോൾ ഇതാ വേറൊരു പാത്രത്തിൽ നമ്മൾ മസാല തയ്യാറാക്കിയിട്ടുണ്ട്. അത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇച്ചിരി ഗരം മസാല അല്ല ചിക്കൻ മസാല, അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി വെച്ചതാണ് കേട്ടോ. ആദ്യം നമ്മളുടെ മല്ലിപ്പൊടി വേണം മൂപ്പിക്കാനായിട്ട്, അതിന് ശേഷമാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇതാ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കണം. അതിന് മുൻപ് ഞാൻ ഇപ്പോൾ ചേർത്തത് എന്താണെന്ന് പറയുക, പഞ്ചസാരയാണ്. ഇത് എൻ്റെ അമ്മ ചെയ്യുന്നൊരു സൂത്രമാണ് കേട്ടോ. അമ്മ രാവിലെ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി പഞ്ചസാര ഇടുന്നത് കാണാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് അറിയുമോ, ഈ തക്കാളിയുടെ ഒരു ചൊവയുണ്ടല്ലോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ചിലവർക്ക് ഇഷ്ടമായിരിക്കും കേട്ടോ. എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല, എൻ്റെ വീട്ടിലാർക്കും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഈ തക്കാളിയിൽ ആ ഒരു പുളിപ്പും ആ ഒരു ചൊവയും മാറാൻ ഈ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. അതിനാണ്. അപ്പോൾ ഈ കറിക്ക് ഇല്ല പ്രോബ്ലം ഒന്നുമില്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് പറയൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഉടച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. തക്കാളി അധികം എന്തെങ്കിലും വലിയ സീനൊന്നുമില്ല കേട്ടോ, ഈ ഉള്ളിയുടേതാണ് സീന് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ കുറച്ച് ഫാസ്റ്റ് അടിച്ചിട്ടാണ് കാണിക്കുന്നത്, ഒരുപാട് ഭാഗം കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കാണിക്കുന്നത്, കുറച്ചധികം സമയം എടുക്കും ഇതിന്. ഇനി വെള്ളം ഒഴിച്ച് ഞാൻ ഒന്ന് ഫ്ലെയിം കൂട്ടി വെക്കുന്നുണ്ട്, ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെന്ത് കിട്ടാമെന്നല്ല, കാരണം എല്ലാം ഓൾറെഡി ഒന്ന് ഇത്തിരി വെന്ത തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പോർഷൻ ഞാൻ വെച്ചു, ബാക്കിയുള്ള പോർഷൻ മുഴുവൻ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഞണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കുക. അതിൻ്റെ അകത്ത് നിന്ന് തന്നെ വെള്ളം വരും, കാരണം ഞണ്ടിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഒരു നാടൻ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കറിവേപ്പില ചേർക്കുന്നത്. കറിവേപ്പില എൻ്റെ കറികളിൽ മുഖ്യമായിരിക്കും. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർക്കുക. കാരണം ഈ ഞണ്ട് എന്നോട് ചിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട് എനിക്ക് ഈ ഒരു കളർ കാണുമ്പോൾ, അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് അതിലേക്ക് വെള്ളം വരും കേട്ടോ, ചെറുതായിട്ട് വെള്ളം വരും, ഇടയ്ക്കിടയ്ക്ക് നോക്കണം കരിഞ്ഞു പോകരുത്. അപ്പോൾ അടച്ചു വയ്ക്കുകയാണ്. നമ്മൾ കുട്ടി മൂപ്പര് അകത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏട്ടനും അകത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയാണ് എൻ്റെ പണികളൊക്കെ പാളിപ്പിച്ചത് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു മിക്സ് കണ്ടോ, ഇതിനെ ഇളക്കി ഇത് ഡ്രൈ ആക്കി ഞണ്ടിലേക്ക് പറ്റുന്ന കണക്കി ആക്കി വെച്ചിട്ട് ലാസ്റ്റ് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ തൂവാം എന്നായിരുന്നു എൻ്റെ പ്ലാനിങ്.
പക്ഷേ ഏട്ടൻ പറഞ്ഞു ഏട്ടന് ഗ്രേവി ആയിട്ട് വേണമെന്ന്. കാരണം ഏട്ടന് ഗ്രേവിയാണ് എല്ലാത്തിനും നല്ല ഗ്രേവി വേണം ഏട്ടന്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിലും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള കറികളായിരിക്കും ഇഷ്ടം. പക്ഷേ ഏട്ടൻ്റെ അടുത്തും ഏട്ടൻ്റെ വീട്ടിലും നേരെ എൻ്റലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരിതാണ്. കാരണം അവിടെ നല്ലോണം ഗ്രേവി വേണം, എല്ലാവർക്കും കറി നല്ലോണം വേണം. അതുകൊണ്ട് നമ്മളുടെ കറി പിന്നെ ഞാനൊന്ന് മാറ്റി ഇപ്പോൾ ഈ ഒരു രീതിയിലാക്കി. അപ്പോൾ ഏട്ടൻ പറഞ്ഞതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ പിന്നെ മതി, അധികം ആഡംബരമൊന്നും ആക്കണ്ട, തിളച്ചിട്ട് അപ്പം തന്നെ എടുക്കാമെന്ന് വെച്ചു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഏട്ടൻ ഒരുപാട് സന്തോഷിച്ച് കഴിക്കുന്നതാണ് എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ മൂപ്പർക്ക് വേണ്ടി ഉണ്ടാക്കിയല്ലേ, അപ്പോൾ മൂപ്പരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, ആ റെസിപ്പിയാണ് ഇതിനേക്കാളും ടേസ്റ്റ്. ഇനി ഈ ഒരു കറിക്ക് ടേസ്റ്റ് വരണമെങ്കിൽ ഇപ്പോൾ കഴിക്കരുത് കേട്ടോ. നമ്മളിതിപ്പം ഇപ്പോൾ രാവിലെയല്ലേ ഇത് ഉണ്ടാക്കിയേ, നമ്മളൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമ്മളിത് ഒരിക്കൽ കൂടെ തിളപ്പിക്കും, രാത്രി ആകുമ്പോൾ ഒന്നുകൂടെ തിളപ്പിക്കും, എന്നിട്ട് രാവിലെ ആകുമ്പോഴേക്ക് നമ്മൾ ഒന്നുകൂടെ തിളപ്പിച്ചിട്ടല്ലേ എടുക്കുക. അപ്പോഴേക്കും ഇത് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഈ മസാല അത്രയും വേവണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എന്നോട് ഇപ്പം ഏകദേശം ഉച്ചയാവാറായില്ലേ, നീ എപ്പോഴും അടുക്കളയിൽ തന്നെയാണ് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറയാൻ തുടങ്ങിയത് കൊണ്ട് ഞാനിത് ഇവിടെ എൻ്റെ ചെയ്യാണ്, ഇതൊന്ന് തിളച്ചിട്ട് അവസാനിപ്പിക്കാമെന്നും പറഞ്ഞ് കുറച്ച് ഉപ്പൊക്കെ നോക്കി എല്ലാം സെറ്റായി. മോനപ്പുറത്ത് മീൻ ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് മറിച്ചിട്ട് റെഡി ആകുമ്പോഴേക്കും ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇത് ഒത്തിരി വേവണം, ഒത്തിരി കുറുകണം, അപ്പോഴാണ് ടേസ്റ്റ്. ആ ലാസ്റ്റ് ഭാഗത്തെ ആ ഒരു പറ്റി വന്നിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു, ഏതോ ഒരു ഫോണിൽ മിസ്സായിപ്പോയി കേട്ടോ. അതുകൊണ്ടാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ട്രസ്റ്റ് മീ, അടിപൊളി റെസിപ്പിയാണ്. ഈ രണ്ടും ഞാൻ പറഞ്ഞല്ലോ നല്ലോണം പറ്റിച്ചെടുക്കുക, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ, ഇഷ്ടമായോ ഇല്ലയോ എന്ന്.